ഹായ് ഹലോ എവരി വൺ, വെൽക്കം ടു നട്ടപ്പാതിര വീഡിയോ. ഇന്ന് ന്യൂസിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു എന്ന് കരുതുന്ന രണ്ട് പ്രധാനപ്പെട്ട ഇൻസിഡൻസ്. ഒന്ന്, 2-ാം തീയതി രാവിലെ പുലർച്ചെ രണ്ട് പെൺകുട്ടികളെ അതിക്രൂരമായി മൃഗീയമായി കൊച്ചിയിൽ ഒരു സംഘം ആളുകൾ ആക്രമിക്കുന്നു. അവർ ജോലി കഴിഞ്ഞ് ജോലി സ്ഥലത്ത് നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് തിരിച്ചു പോകുന്ന വഴിക്ക് വട്ടം കൂടി നിന്ന കുറച്ച് ആളുകൾ, അതിൽ സ്ത്രീകളും ഉണ്ട്. ഇവരെ എന്തോ ഒരു ബാഡ് കമൻ്റ് അടിക്കുന്നു, എന്തോ ഒരു ആംഗ്യം കാണിക്കുന്നു. അതിനെ തുടർന്ന് ഇവർ ചോദ്യം ചെയ്യുന്നു, മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ നോക്കുന്നു. പിന്നെ അങ്ങോട്ട് നടന്നതൊക്കെ CCTV വിഷ്വൽ കണ്ടു കഴിഞ്ഞ് നമുക്ക് പേടിയാവും. കേരളത്തിൽ തന്നെ അത്യാവശ്യം നൈറ്റ് ലൈഫ്, അത്യാവശ്യം എന്നല്ല ഏറ്റവും കൂടുതൽ നൈറ്റ് ലൈഫ് ഓണായിട്ടുള്ളൊരു സ്ഥലമാണ് കൊച്ചി. അവിടെ തന്നെ ഇതൊക്കെ സംഭവിക്കുന്നുള്ളൂ. ഇതൊന്നുമല്ല കേട്ടോ, ഇതിലും കൂടുതലൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ ന്യൂസ് ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. വേറൊന്ന്, പ്രവാസ ലോകത്ത് കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും അങ്ങനത്തെ സഹനത്തിൻ്റെയും ഒക്കെ കഥ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം ടിക്ടോക്ക് വാറിൻ്റെ ഒരു കഥ പുറത്തു വരുന്നുണ്ട്. ഷാർജയിൽ ടിക്ടോക്കിൽ ലൈവിലുണ്ടായൊരു തർക്കം. ഒരു ഗെയിം കളിച്ച് ലൈവിലുണ്ടായ തർക്കമാണെന്നാണ് പറയപ്പെടുന്നത്. അത് അവസാനം ലാസ്റ്റ് കത്തിക്കുത്തിലെത്തി, ഒരാൾ തീർന്നു പോവുകയും ചെയ്തു. എൻ്റെ അറിവിൽ ഈ ഒരു 3-4 മാസത്തിനിടയിൽ കത്തിക്കുത്ത് സ്കീമിൽ ഒരു 2-3 ആൾക്കാർ മലയാളികൾ അവിടെ തീർന്നിട്ടുണ്ട്. ഈ ടിക്ടോക്ക് ലൈവും അതിലെ ഗെയിമും അതിലെ പണിഷ്മെൻറ്റും ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ആ കൊച്ചി ഇൻസിഡൻറ്റിലേക്ക് തന്നെ പോവാം. ഇപ്പോൾ പുറത്തു വരുന്ന ന്യൂസൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ മെയിൻ പ്രതിയായിട്ടുള്ള വ്യക്തി, അയാളുടെ ബിസിനസ്സൊക്കെ ദുരൂഹ സാഹചര്യത്തിലാണ് കാണപ്പെടുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഞാൻ ആലോചിച്ച് നോക്കുന്നത്, എന്തെങ്കിലും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരുത്തൻ ഇതേപോലെ ഒരു മെയിൻ സിറ്റിയിൽ എന്നൊരു ഹോട്ടൽ തുടങ്ങുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥാപനം തുടങ്ങുമ്പോൾ പോലീസുകാരൊന്നും ഇത് കൃത്യമായി ട്രാക്ക് ചെയ്യുന്നില്ലല്ലോ. എവിടെ ഇവൻ എന്തെങ്കിലുമൊക്കെ ഒരു ഉടായ്പ് കാണിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈം കാണിക്കുമ്പോഴാണ് ഇവൻ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു വരിക. അതുവരെ ഇല്ല, അതുവരെ ഇവനെ അഴിച്ചു വിട്ടിരിക്കുകയും ഇവൻ എന്തും ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊള്ളാം. അപ്പം എന്താണെങ്കിൽ അതൊരു സൈഡിലുണ്ട്. എന്താണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ന്യൂസ് കേൾക്കാം. പോലീസുകാരും അവിടെ ഈ വിഷയം അറിഞ്ഞ് ഇവരുടെ അടുത്ത് ഹോസ്പിറ്റലിലെത്തിയ പോലീസുകാരൻ സദാചാര പോലീസ് കളിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. ഇടവഴിയിലൂടെ നടന്നു നീങ്ങിയ പെൺകുട്ടികൾക്ക് നേരെ ഒരു സംഘം പാഞ്ഞെടുക്കുന്നു. മൊബൈലിൽ വീഡിയോ ചിത്രീകരിക്കാൻ ഒരുങ്ങിയ പെൺകുട്ടികളിൽ ഒരാളെ സംഘത്തിലൊരാൾ വയറിൽ ചവിട്ടുകയും മുഖത്തടിച്ച് വീഴ്ത്തുകയും ചെയ്യുന്നു. ഫോണും തല്ലിത്തകർത്ത ശേഷം സംഘം മടങ്ങിപ്പോയി. കലൂർ ചക്കാലപ്പാടം റോഡിൽ നിന്ന് വന്ന നടുക്കുന്ന CCTV ദൃശ്യങ്ങളാണിത്. കൊച്ചിയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ പഠിക്കുന്ന പരാതിക്കാരിയും സുഹൃത്തും പുലർച്ചെ 4:30 അടുത്തുള്ള കടയിൽ ചായ കുടിക്കാൻ ഇറങ്ങിയതായിരുന്നു. സ്ഥലത്ത് നേരത്തെ തമ്പടിച്ച സ്ത്രീകൾ അടങ്ങുന്ന 8-അംഗ സംഘത്തിലൊരാൾ പരാതിക്കാരിയുടെ സുഹൃത്തിനെ അശ്ലീല ആംഗ്യം കാണിച്ചു. അത് ചോദ്യം ചെയ്തതോടെ വാക്ക് തർക്കമായി. പെൺകുട്ടികൾ അവിടെ നിന്ന് നടന്നകന്നു. പ്രതികൾ പിന്നാലെ കൂടി. അടുത്തു വന്നതോടെ പരാതിക്കാരി മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചു. പിന്നാലെയായിരുന്നു മർദ്ദനം. ഇവിടെയാണ് ആ പെൺകുട്ടി മർദ്ദനത്തിനിരയായി തെറിച്ച് താഴേക്ക് വീണത്. ആ കുട്ടിയുടെ മുഖത്തടിക്കുന്നതും വയറിൽ ചവിട്ടുന്നതുമൊക്കെ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആശുപത്രിയിലെത്തി ചികിത്സ തേടിയ പെൺകുട്ടികൾ പോലീസിനെ വിളിച്ചു. നോർത്ത് കസബ സ്റ്റേഷനിൽ നിന്ന് അന്വേഷിക്കാനെത്തിയ സംഘം പെൺകുട്ടികളോട് സദാചാര ചോദ്യം ചോദിച്ചെന്നും മോശം രീതിയിൽ പെരുമാറിയെന്നും ആരോപണം. നിങ്ങൾ എന്തിനാണ് ഈ സമയത്ത് എത്തിയത്? നിങ്ങൾ ഡ്രസ്സ് ധരിച്ച സമയത്ത് ഇതാണ് നിങ്ങളുടെ ഡ്രസ്സ്, അങ്ങനെയൊക്കെ രീതിയിലുള്ളൊരു ടോക്ക് ഉണ്ടായി. അപ്പൊ അത്രയും മാനസികമായി തകർന്നിരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ് അവിടെ നമ്മളത് കേട്ടുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികളുടെ മൊഴി പ്രകാരം എടുത്ത കേസിൽ 2 യുവതികളടക്കം 10 പേരെ പ്രതി ചേർത്തു. മർദ്ദനത്തിന് ശേഷം സംഘം ഓടിയകലുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇവയെല്ലാം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. പാലക്കാട് സ്വദേശികളായ അരുൺ, സാബിത്ത്, മലപ്പുറം സ്വദേശി ആൽബിൻ സൈമൺ എന്നിവരാണ് ആദ്യം പിടിയിലായത്. 1-ാം പ്രതി കലൂർ ലിബർട്ടി ലൈനിൽ ഹൈലാൻഡ് ലോഡ്ജ് നടത്തിപ്പുകാരനായ മണ്ണാർക്കാട് സ്വദേശി അക്ബർ അലിയാണ് പെൺകുട്ടിയെ മർദ്ദിച്ചത്. അക്ബറിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും ഇയാളുടെ ഇടപാടുകൾ ദുരൂഹമെന്നും പോലീസ്. 1-ാം പ്രതിയായിട്ടുള്ള അക്ബർ അലി എന്ന ആളുടെ ബിസിനസ് ഡീലിംഗ്സിനെ കുറിച്ചിട്ട് നമുക്ക് വളരെയധികം ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് വന്നിട്ടുള്ളത്. നമ്മൾ അതിന് തുടർ നടപടികളായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതും കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ തുടർ നടപടികളായിട്ട് പോവുകയാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് മോശം പെരുമാറ്റമുണ്ടായിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കുമെന്നും DCP. നിരവധി ഹോസ്റ്റലുകളും PGകളും സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കലൂർ നോർത്ത് മേഖല. പോലീസ് പട്രോളിംഗും സ്ഥിരമായി നടക്കുന്ന സ്ഥലത്താണ് പെൺകുട്ടികൾക്ക് നേരെ ആക്രമണമുണ്ടായത്. ഇനി ആകെ മൊത്തം ഈ കേസിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഇത് കേട്ടത് മുതൽ തോന്നുന്നുണ്ടായിരുന്നു. ഉള്ള കാര്യം പറയാലോ. കാരണം സ്ത്രീകളടക്കമുള്ള ഒരു സംഘം
ഇവർ പോയപ്പോൾ എന്തോ ഒരു ബാഡ് കമൻ്റ് അടിച്ചു, ആംഗ്യം കാണിച്ചു എന്നാണ് പറയപ്പെടുന്നത്. രാത്രി കാലങ്ങളിൽ അങ്ങനെ ഭയങ്കര ക്രൗഡോ അങ്ങനത്തെ എന്താ പറയുക അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ സ്ഥിരം കാണുന്ന മുഖങ്ങളെ കുറച്ച് നമ്മൾ സ്ഥിരമായിട്ട് കാണാനുള്ളൊരു ചാൻസ് ഉണ്ട്. സ്ഥിരം കാണുന്ന മുഖങ്ങളുണ്ടാവും രാത്രി. കാരണം ഞാൻ രാത്രി ഇറങ്ങി നടക്കുന്ന ഒരാളാണ്. ഞാൻ വില്ലുൽക്ക് കഴിക്കാൻ പോകുമ്പോൾ മാക്സിമം രാത്രി എപ്പോഴും കണ്ട മുഖങ്ങളൊക്കെ തന്നെ കാണാറ്. കാരണം രാത്രി കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ, അതൊക്കെ റെഗുലറായിട്ട് ഇറങ്ങുന്നവരോ എവിടേക്കോ ഒരു ഇവരൊക്കെ അറിയുന്നവരാണോ, വേറെ എന്തെങ്കിലും പ്രശ്നമൊക്കെ അവർ തമ്മിലുണ്ടോ ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ഒരു ആസ്പെക്റ്റ് എൻ്റെ മൈൻഡിലൂടെ പോയി. പക്ഷെ ചെയ്തത് വളരെ വൃത്തിയായിട്ട പരിപാടിയാണ്. കാരണം ഒരു സ്ത്രീയെ ചവിട്ടി താഴെ ഇടുന്നു, ഫോൺ പിടിച്ച് വാങ്ങാൻ നോക്കുന്നു, അതൊക്കെ ഭയങ്കര മോശം പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെമ്മാടിത്തരം. സ്ത്രീകൾ അടക്കമുള്ളൊരു ഗ്യാങ് വേറെ സ്ത്രീകളെ ഉപദ്രവിക്കാൻ ഓടിച്ചിട്ട് അടിക്കുക എന്നൊക്കെ പറയുമ്പോൾ സീൻ തന്നെയാണ്. ഇത് നൈറ്റ് ലൈഫ് ലോകമെമ്പാടും ഭയങ്കര റവന്യൂ ആയിട്ട് ഓരോ ഗവൺമെൻറ്റുകൾ എടുത്ത് വെച്ച് പൊക്കിപ്പിടിച്ച് അത് വളർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. വെരി അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ കണ്ട എന്താ പറയുക സ്വർണം പൊട്ടിച്ചു പോകുന്നവർക്കും ലഹരി കൊണ്ടുപോകുന്നവർക്കും ഹവാല ഇടപാടുകൾ നടത്തുന്നവർക്കും ഗുണ്ടകൾക്ക് ഇറങ്ങി നടക്കാനൊക്കെ ഉള്ള അവരുടെ ടൈമായിട്ട് ഇവിടുത്തെ സിസ്റ്റം ഇത് അവർക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. മനസ്സിലായോ? ഇപ്പം ഞാനിവിടെ രാത്രി ഇപ്പോൾ ഒരു 12:42 സമയം ഇവിടെ വണ്ടിയിൽ നിർത്തിയിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഹൈവേ പോലീസോ വേറെ പോലീസ് വണ്ടി വന്നു കഴിഞ്ഞാൽ എന്നെ നിർത്തി ചോദ്യം ചെയ്യും വരും. ഓക്കെ, ഞാൻ എത്ര ദിവസം അവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്ന ഒരാളാണെങ്കിലും എന്നെ അറിയുന്നുണ്ടെങ്കിലും ഞാൻ വീഡിയോ എടുക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും അറിയുന്നതാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യും, അത് ചോദ്യം ചെയ്യും. അങ്ങനത്തെ ചോദ്യം ചെയ്യലുകൾ എല്ലാവരുടെ അടുത്തും വേണം. മനസ്സിലായി? എല്ലാവരുടെ അടുത്തും വേണം. അത് ചില ആളുകളിൽ മാത്രം ഒതുങ്ങി പോകാൻ പാടില്ല. പിന്നെ നമ്മളെ രാത്രി ഇവരെ ഓടിച്ചു വിടാനും പാടില്ല. ഞാൻ പലപ്പോഴായിട്ട് നിർത്തുന്ന പോലീസുകാരോട് പറയും, സാറേ എനിക്കിപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്, വീഡിയോ എടുത്തു ഞാൻ റോഡ് സൈഡാക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്, രാത്രി എന്ത് എടുക്കാൻ പാടില്ല എന്നുണ്ടോ, രാത്രി പുറത്തിറങ്ങി നടക്കാൻ പാടില്ല എന്നുണ്ട്. രാത്രി സമയം എന്ന് പറയുന്നത് അത്ര മോശം സമയമാണോ? രാത്രി സമയം പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഇവിടെ കൊണ്ടുവന്നാൽ രാവിലെ എണീക്കുന്നു, അധ്വാനിക്കുന്നു, വൈകുന്നേരം ഒന്ന് വീട്ടിലെത്തുന്നു, ഫാമിലിയുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നു, ഒരു 10, 11, 12 മണിയാകുമ്പോൾ ഫാമിലിയായിട്ട് പുറത്തിറങ്ങുന്നു, ഒരു 1 മണി 2 മണി വരെ പുറത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇപ്പോൾ ചൂടുമില്ല, രാത്രിയാകുമ്പോൾ കുറച്ച് സമാധാനമുണ്ട്. എല്ലാം കൊണ്ടും നൈറ്റ് ലൈഫ് ഭയങ്കര നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ കേരളത്തിൽ എസ്പെഷ്യലി. വെരി അൺഫോർച്ചുനേറ്റ്ലി ഇതാരും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ നൈറ്റ് ലൈഫ് ഉള്ള സ്ഥലത്ത് ഇതാണ് വിഷയം. ഏത് നൈറ്റ് ലൈഫ് ഉള്ള സ്ഥലത്ത് 24/7 ഏതെങ്കിലും ഒരു കട തുറന്നു വെച്ചാൽ ആ കടയിൽ പിന്നെ പുട്ടിന് കടലക്കറി കൊടുക്കാത്തതിന് തല്ല്, പപ്പടത്തിന് തല്ല്, ബീഫിൽ ഉപ്പില്ലാത്തതിന് തല്ല്, ഇതേപോലെ നടന്നു പോണ വഴിക്ക് കമൻ്റ് അടിച്ചു എന്ന് പറഞ്ഞ് തല്ല്, ലഹരി അടിച്ചു വന്ന് തല്ല്, ലഹരി കൊടുക്കാത്തതിനടി, അങ്ങനെ ഇത് തുറന്നു വെച്ചാൽ വേറെ പ്രശ്നങ്ങൾ. ആക്ച്വലി കേരളത്തിൽ കൊച്ചിയേക്കാൾ കൂടുതൽ നൈറ്റ് ലൈഫുള്ള സ്ഥലം ഏതാ? ഒന്നുമില്ലല്ലോ, കൊച്ചി മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ കൊച്ചി ഈസ് ബിക്കമിങ് എ അണ്ടർവേൾഡാണ് കൊച്ചി. ഇപ്പോൾ ബോംബെനേക്കാൾ വലിയ അണ്ടർവേൾഡാണ് കൊച്ചി മാറിക്കൊണ്ടിരിക്കുന്നത്. ആരാ എന്താന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. ആ രീതിയിൽ ആ ലോകം മാറിക്കഴിഞ്ഞു. അവിടെ ഈ പറഞ്ഞ പോലെ പോലീസുകാർ സ്ട്രോങ് ആവുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല. പോലീസുകാർ ഗുണ്ടകളേക്കാൾ വലിയ ഗുണ്ടകളായാലേ കൊച്ചി പോലത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാവാതിരിക്കുള്ളൂ. പക്ഷേ വെരി അൺഫോർച്ചുനേറ്റ്ലി വരുന്ന പോലീസുകാരും ഈ കുട്ടിയുടെ ഡ്രസ്സിൻ്റെ ഇറക്കവും നീളവും നോക്കുന്നു, ഈ രാത്രി എന്തിനിറങ്ങി നടക്കുന്നു എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. അങ്ങനത്തെ പല സദാചാര ചോദ്യങ്ങളും വിഷയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ബട്ട് സ്റ്റിൽ ഐ റിയലി ഡൗട്ട് ഇതിൻ്റെ പിന്നിൽ ഒരു കഥ ഉണ്ടാവാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. സംതിങ് ഉണ്ടോ എന്നൊരു സംശയം. അതോ റാൻഡമായിട്ട് അവർ പോകുന്ന വഴിക്ക് മുമ്പാർ വെറുതെ ഇരുന്ന് എന്തോ ഡയലോഗ് അടിച്ചു ഇവർ തിരിച്ചു പറഞ്ഞു, അതങ്ങനെ ഒരടിയും കച്ചറയായതാണോ എന്നുള്ളതും അങ്ങനത്തെ ഒരു വേർഷനാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ വേറൊരു സാധനം ഡൗട്ട്ഫുൾ ആയതുകൊണ്ടാണ് നിങ്ങളോട് ഈ സാധനം വന്ന് ഷെയർ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഷാർജയിൽ കുത്തേറ്റ് മരിച്ച ആ വ്യക്തിയുടെ ന്യൂസിലേക്ക് പോവാം. ഓക്കെ, ആ വ്യക്തിയുടെ ന്യൂസ് ഞാൻ പ്ലേ ചെയ്യാം. എന്റെ വിഷയമൊന്നുമില്ല, ഇവൻ കോണ അടിച്ചിട്ടുണ്ടെങ്കിൽ ഹിറ്റ്ലർ ഇന്ന ഞാൻ കണ്ണി കാണിച്ചിട്ടേ ഞാൻ ഇന്നെ വിടും, ഇന്ന ഞാൻ കണി കാണിച്ചിട്ടേ വിടും, ഇന്ന ഞാൻ കണി കാണിച്ചിട്ടേ വിടും, ഇന്ന ഞാൻ കണി കാണിക്കും. മലയാളികൾക്കിടയിൽ ടിക്ടോക്കിൽ നടന്ന ഒരു പ്രശ്നം
എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. ഇത് ഒരു ടിക്ടോക്ക് കമ്മ്യൂണിറ്റിയാണ്. അതിനിടയിൽ രണ്ട് മലയാളികൾ തമ്മിലുണ്ടായ പ്രശ്നം അത് ഒരു കുത്തിലും അതുപോലെ തന്നെ ഒരു കൊലപാതകത്തിലും കലാശിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടാകുന്നത്. ഈ ഒരു കൊലപാതകം നടക്കുന്നതിന് ഏതാണ്ട് 1 മണിക്കൂർ മുൻപ് ഇവർ ടിക്ടോക്കിൽ പരസ്പരം വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ട് ഇതിൽ ഒരാൾ ഈ കൊലപാതകം നടത്തിയ ഒരാൾ കൊന്ന ഒരാളെ കാണാൻ വേണ്ടി പോകുന്നു. അങ്ങനെ അവിടെ വെച്ച് വലിയൊരു സംഘർഷം ഉണ്ടാകുന്നു. ആ സംഘർഷത്തിന്റെ അവസാനം അയാൾ കത്തിയെടുത്ത് കുത്തുന്നു എന്നുള്ളതാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. പക്ഷേ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഷാർജ പോലീസ് പങ്കുവച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ കൊല്ലപ്പെട്ടത് കണ്ണൂർ സ്വദേശിയാണ്. കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഇസ്മായിൽ പൊന്നാരം ഇബ്രാഹിം കുട്ടി എന്ന ആളാണ് കൊല്ലപ്പെട്ടത്. ഇദ്ദേഹത്തെ കൊന്നയാളും മലയാളിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മലയാളി കമ്മ്യൂണിറ്റിക്കിടയിൽ UAE-യിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളും മാസങ്ങളുമായി ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകളാണ് വരുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇവർക്ക് നിലവിൽ ഏതാണ്ട് ഇവരുടെ ആ ഒരു ടിക്ടോക്ക് ലൈവിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഒരു സംഭവ സ്ഥലത്തുണ്ടായിരുന്ന 4-5 പേർ ഇപ്പോൾ നിലവിൽ ഷാർജ പോലീസിന്റെ കസ്റ്റഡിയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. ടിക്ടോക്കിൽ ലൈവിൽ നടന്നൊരു വിഷയം. ആക്ച്വലി ഈ ടിക്ടോക്ക് ഇപ്പോൾ പലരുടെയും മെയിൻ ഇൻകം സോഴ്സായി മാറിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ. ഇവിടുത്തെ പ്രവാസികൾ പണ്ട് ഇവിടുന്ന് നാട്ടുകാരെയും കൂട്ടക്കാരെയും കുടുംബക്കാരെയൊക്കെ വിട്ട് അവിടെ മണലാരണ്യത്തിൽ പോകുന്ന സമയത്ത് കഷ്ടപ്പാടിൻ്റെ ജീവിതം അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ ഈ കുറച്ച് സോഷ്യൽ മീഡിയ നല്ലതാണ്, ഞാനും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏർണിങ്സ് വാങ്ങുന്ന ഒരാളാണ്. പക്ഷെ ഇതെന്തോ നേടിയത് ടിക്ടോക്കിലൊരു ഗെയിം, എന്തോ ക്ലിക്കോ വിക്കോ എന്തോ സാധനം, അതിൽ കാശ് അയക്കാൻ കുറേ ആൾക്കാർ. ഇത് ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ച ആൾ തോറ്റ ആൾക്ക് പണിഷ്മെൻറ്റ് കൊടുക്കണം. ആ പണിഷ്മെൻറ്റിൻ്റെ പേരിൽ അടി. അത് തന്നെ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ സ്ത്രീക്ക് നീ ഇങ്ങനെ പണിഷ്മെൻറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ആ സ്ത്രീക്ക് വേണ്ടി ചോദിക്കാൻ വേറെ കുറേ ഏട്ടായിമാർ. എന്നിട്ട് ഇവരെ പരസ്പരം തമ്മിലുള്ള അടിയും കച്ചറിയും. ഇതൊക്കെ നാട്ടിൽ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. നാട്ടിൽ ഈ കിടുതാപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിതൊന്നും അറിയുന്നില്ല അവിടെ എന്താ നടക്കണമെന്നുള്ളത്. പക്ഷെ അവിടത്തെ വൻ സീനാണിത് അവിടെ, മനസ്സിലായോ? ഇപ്പം ഈ വിഷയത്തിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, തമ്മിൽ വെല്ലുവിളിയായി കച്ചറയി ലാസ്റ്റ് ഒരു കത്തിയെടുത്ത് പോയിട്ട് കുത്തിക്കൊന്നിരിക്കുക. ഈ ആകെ നാട്ടുകാരോട് ഒറ്റ കാര്യമേ പറയുള്ളൂ. ഇതിപ്പോൾ ഈ ചങ്ങായി മരിച്ച കേസിൽ ഒരു 3-4 എണ്ണം അകത്താവുക ലൈവിലുള്ളതിൽ, കുത്തിക്കൊന്നവരും ബാക്കിയുള്ളവരും എല്ലാവരും കൂടി. ഇനി നാളെ ഇവന്മാർക്ക് ദയാദാനം കൊടുക്കണം, ബ്ലഡ് മണി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പിരിവായിട്ട് ഒരുത്തിനും വരാതിരുന്നാൽ നല്ലത്. അന്യ രാജ്യത്ത് പോയിട്ട്, ഒരു അറബ് കൺട്രിയിൽ പോയിട്ട് അവിടുത്തെ നിയമങ്ങളൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഈ കഴപ്പ് കാണിച്ച് ഒരുത്തനെ കുത്തി തീർക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജയിലിൽ കിടന്ന് നരകിച്ച് ചാവുക എന്നുള്ളത് ഞങ്ങൾക്ക് വിധി. അല്ലെ അവിടെ തല വെട്ടിക്കളയുക, മനസ്സിലായോ? അല്ലാതെ ഇവന്മാരെ രക്ഷിച്ചെടുക്കാൻ ഇനി ഒരു സന്നദ്ധ സംഘടനകളും അതിൻ്റെ തലപ്പത്തിലുള്ളവരും പോകാൻ നിൽക്കരുത് പ്ലീസ്. നാട്ടുകാരെ പോക്കലിന് ഒരു കാശ് പോലും ഇങ്ങനെയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി കൊടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ നാട്ടുകാരോട് പറയുകയാണ്. ഓക്കെ, ഇത് നാളെ ഇനി അങ്ങനെയൊക്കെ മാറുമേ. പോയവൻ പോയില്ലേ, ഇനി നമുക്ക് എന്ത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടീം ഇറങ്ങും. ഇതൊക്കെ കഴപ്പ് മുത്ത് ചെയ്യുന്ന പരിപാടിയാണ്. അധ്വാനിക്കാൻ ആ നാട്ടിൽ പോയി നിൽക്കുന്ന എത്ര പേരുണ്ട്, എത്ര ജീവിതങ്ങൾ അവിടുന്ന് മാറിയിട്ടുണ്ട്, എത്ര ആൾക്ക് കഥ പറയാനുണ്ടാവും. മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇവരുടെയൊക്കെ വിചാരം? മാന്യമായിട്ട് ടിക്ടോക്കിൽ നിന്ന് നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്ത് വീഡിയോസ് ഇട്ടിട്ട് ജീവിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞാൻ ഈ മാന്യത എന്ന് പറയുന്നത് മറ്റേ തുണിയൂരി വൾഗാരിറ്റീൻ്റെ ലെവലിലല്ല. ഈ പരസ്പരം വലിയ വെല്ലുവിളി, പിന്നെ ഓരോ ഗെയിം കളിച്ചിട്ട് ഇവന്മാർ കൊടുക്കുന്ന ഓരോ ടാസ്ക് കാണണം. നിങ്ങൾ നട്ടപ്പാതിരയ്ക്ക് കുളിക്കുക, ഷവറിൻ്റെ തൊട്ട് പോയിരിക്കുക, തിളച്ച വെള്ളം തലയിൽ കൂടി ഒഴിക്കുക, കല്ല് വെറുക്കുക, എന്തൊക്കെയൊക്കെയോ പരിപാടികളാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അവിടെ ഇവരെ മെയിൻ പരിപാടി. കുറേ ആൾക്കാർ ഇതാണ്. എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഒരു കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ കുറച്ചെണ്ണങ്ങൾ തീർന്നിട്ടുണ്ട് മലയാളികൾ. ഇനി ഇതൊക്കെ കാരണം കൊണ്ട് ഇനി മലയാളികൾക്ക് ഇനി ഇത് മൊത്തത്തിൽ മലയാളികളെ ബാധിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണെങ്കിലും ഇപ്പോൾ ഒരുത്തം തീർന്നു പോയി, വെല്ലുവിളിച്ച് പോയി, അവസാനം കുത്തും കിട്ടി, ആളും പോയി, എല്ലാം തീരുമാനമായിട്ട് വന്നിട്ടുണ്ട്. കൊള്ളാം. എന്താണെന്നുണ്ടെങ്കിലും പ്രവാസികളായിട്ട് പോകുന്ന നല്ലവരായ ആളുകളോടാണ് പറയാനുള്ളത്, നിങ്ങൾ പോയത് എന്തിനാണെന്നുള്ളത് നിങ്ങൾ ഒരു നേരം ചിന്തിക്കുക. ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ മാർഗ്ഗങ്ങളിലൂടെ കാശുണ്ടാക്കുന്ന ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. ഇറ്റ്സ് എ സ്മാർട്ട് വർക്ക്. അത് സ്മാർട്ടായിട്ട് ചെയ്യണം, മനസ്സിലായോ? അല്ല സ്വന്തം കുഴി തോണ്ടി RIP വെക്കാൻ വേണ്ടിയിട്ട് അവരിത് എന്ത് ചെയ്യുന്നത്, ഇതും തുറന്നു വെച്ച് വെല്ലുവിളിയും പരിപാടികളും നടത്തുന്നത്. അപ്പോൾ അത് ചിന്തിച്ചിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ നൈറ്റ് ലൈഫ്
ഇവിടുത്തെ ഗവൺമെൻറ് മാറി വന്ന ഗവൺമെൻറ് UDF ഗവൺമെൻറ് എന്താണെങ്കിലും കാര്യമായിട്ട് എടുക്കണം. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞ് ചുമ്മാ ഒരു 10 കട തുറന്നിച്ചൊരു കാര്യമില്ല. അവിടെ കൃത്യമായി പോലീസ് പെട്രോളിംഗ് ഉണ്ടോ, ക്രിമിനൽസ് ഇറങ്ങി നടക്കാത്തൊരു ഗുഡ് ആംബിയൻസ് ആളുകൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയാൽ നൈറ്റ് ലൈഫ് പ്രൊമോട്ട് ചെയ്താൽ ഒരുപാട് കാശുണ്ടാക്കാൻ പറ്റും. ബിക്കോസ് ഇഷ്ടം പോലെ ഇൻവെസ്റ്റ് ചെയ്യും നാട്ടുകാർ. രാത്രിയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആവുന്നോളും പിശുക്ക് വരും. രാത്രി ആകുമ്പോഴത്തേക്ക് ഒരു വാരിക്കൊരു ചിലവാക്കുന്നൊരു മൂഡിലേക്കൊക്കെ പറയാൻ ആംബിയൻസ് ആണ്, മനസ്സിലായോ? അപ്പോൾ അതൊക്കെ ആ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ നന്നായിരിക്കും. പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ പോലീസ് തന്നെ സദാചാര പോലീസായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വൃത്തികേടെന്നേ അതിന് പറയാനുള്ളൂ. ഈ പെൺകുട്ടിയെ മർദ്ദിച്ചത് ആ ഒരു ഇൻസിഡൻറ്റിൽ എനിക്ക് എന്തോ ഒരു ക്ലാരിറ്റി കമ്മിയുള്ള പോലത്തെ ഒരു ഫീലുണ്ട്. ലെറ്റ്സ് സീ വരും ദിവസങ്ങളിൽ എന്താണ് പുറത്തു വരിക എന്നുള്ളത്.